വഴിയെ പോയവർക്ക് നേരെയും പോലീസിന്റെ ക്രൂരത. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് മാത്രമല്ല കേട്ടോ. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി സിത്താരയെയും കുടുംബത്തെയും പത്തനംതിട്ട നഗരത്തിൽ വെച്ച് പോലീസ് ആളുമാറി മർദ്ദിച്ചുവെന്ന ആരോപണം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പോലീസ് മർദ്ദിച്ചത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയുമില്ല. തോളിൽ ഗുരുതരമായി പരിക്കേറ്റ സിത്താര ഇപ്പോഴും ആശുപത്രി കയറി ഇറങ്ങുകയാണ്. സിത്താരയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. കല്യാണത്തിന് പോയിട്ട് വന്നതാണ്. നമ്മളവിടെ കൂടി നിന്ന സമയത്താണ് പോലീസിന്റെ വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു എന്താടാ ഇവിടെ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പോൾ തിരിച്ചൊന്നും നമുക്കൊന്നും പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒരു അവസരം തന്നില്ല. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തതാണ്. അതുപോലെ തന്നെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അതിന്റെ ഇതിന് പ്രോസിക്യൂഷൻ പോലെ അങ്ങനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അവസ്ഥ എനിക്ക് ക്ലാവിക്കൽ ഫ്രാക്ചറാണ്. അത് ഇതുവരെ യൂണിയൻ ആയിട്ടില്ല. ഇപ്പോഴും ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരം എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് തന്നെ ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്, കുറേ കാര്യങ്ങൾ. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ്. അഖിൽ, ഈ സിത്താര ഏതെങ്കിലും ലാത്തി ചാർജിനിടയിൽ പെടുകയായിരുന്നോ? എന്താ സംഭവിച്ചത് അഖിൽ? ഡോക്ടർ അരുൺ, കഴിഞ്ഞ ഫെബ്രുവരി 4 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ അടൂരിൽ നിന്നും ഒരു കല്യാണം കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു. ഈ സമയത്ത് രാത്രി ഈ ഒരു ബന്ധുവിനെ ഇറക്കാൻ വേണ്ടി പത്തനംതിട്ട നഗരത്തിൽ വാഹനം നിർത്തി. ഇതൊരു ബാറിന് മുമ്പിലായിരുന്നു വാഹനം നിർത്തിയത്. ഈ സമയത്ത് അവരവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് ഇറങ്ങി വരികയും ഒന്നും പറയാതെ ഇവരെ അടിച്ചോടിക്കുകയുമായിരുന്നു. അതായത് ബാർ ഉടമകൾ വിളിച്ചു പറഞ്ഞിരുന്നു ചില ആളുകൾ ഈ ബാറിന് മുൻപിൽ ഈ സാധനം മദ്യം വാങ്ങാനായി നിന്നും ചെറിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് വിവരം നൽകിയിരുന്നു. പക്ഷേ അത് ആ ആളുകൾ തന്നെയാണോ ഇത് എന്ന് പോലും ചോദിക്കാതെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇവർക്ക് സിത്താരയ്ക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് ഒക്കെ തന്നെ പോലീസിന്റെ ലാത്തി കൊണ്ടുള്ള മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എന്തുകൊണ്ട്, അതായത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. ഒരുപക്ഷെ ഇവർ ഈ ഇത്തരത്തിൽ കല്യാണത്തിൽ പോയി ഒന്നരാണെന്ന് പോലീസിന് മനസ്സിലാക്കുന്നു. അതായത് സാമാന്യമായ ഒരു മര്യാദ പോലും അവിടെ കാണിച്ചില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നു, ചാടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ ബാർഗർ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അവർ തന്നെയാണോ എന്ന് പോലും പരിശോധിക്കുക, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുക എന്നുള്ള പോലീസിന്റെ കാര്യമാണ്. ചാടി ഇറങ്ങി ഉടനെ തന്നെ ലാത്തി കൊണ്ടൊക്കെ മർദ്ദിക്കുക, ലാത്തി ചാർജ് നടത്തുക എന്ന് പറഞ്ഞത് കൃത്യമല്ല. അതും ഈ തോളലിനാണ് പരിക്കേറ്റിരിക്കുന്നത്. ശരീരത്തിന് ഇടുപ്പിന് മുകളിലേക്കാണ് ലാത്തി വെച്ച് അടിച്ചത്. സാധാരണ രീതിയിൽ ഈ ലാത്തി ചാർജ് നടത്തുമ്പോൾ പോലും ഇടുപ്പിന് താഴേക്ക് അടിക്കണമെന്ന നിബന്ധന പോലും ഉണ്ട്. അപ്പോൾ അതുപോലും പാലിക്കപ്പെടാതെ വെറുതെ കൂടി നിന്ന ആളുകൾ, അതായത് സിത്താരയും ഇതിന്റെ അന്ന് തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഇവർ റോഡിന് കുറുകെ പോകുന്നു, പിന്നാലെ ഓടി വന്ന് ഈ തോളിലേക്ക് അടിക്കുകയായിരുന്നു. സിത്താര തോളലിനാണ് പൊട്ടലേറ്റത്. എല്ലാ മാസവും കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ഇപ്പോൾ ഫിസിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടത് കൈക്കായിരുന്നു പരിക്കേറ്റിരുന്നത്. ഈ ഇടത് കൈ ഇപ്പോഴും, അതായത് സാധാരണഗതിയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ ഭാരങ്ങൾ പൊക്കാനോ ഉയർത്താനോ അല്ലെങ്കിൽ പെട്ടെന്ന് നീക്കാനോ ഒന്നും തന്നെ ഈ ഇടത് കൈ കൊണ്ട് ഇപ്പോഴും സിത്താരയ്ക്ക് കഴിയുന്നില്ല എന്നുള്ള 6 മാസത്തിലധികം സമയമായി. പക്ഷേ ഇപ്പോഴും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഈ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനെതിരായ റിപ്പോർട്ടടക്കം സമർപ്പിച്ചതാണ്. പക്ഷേ ഒരു നടപടി, ആദ്യഘട്ടത്തിലുണ്ടായ ഒരു സസ്പെൻഷൻ ഒഴിച്ചാൽ മറ്റൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല. കൃത്യമായി തന്നെ ഇതിൽ ആ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ ഇടുപ്പിന് മുകളിലേക്ക് ലാത്തി വെച്ച് അടിച്ചിരിക്കുന്നു. അത് ആളെ മാറിയാണ് അടിച്ചിരിക്കുന്നത്. അവരോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പോലീസുമാർ ഗുരുതരമായ വീഴ്ചകൾ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ തെളിയുന്നതാണ്. പക്ഷേ ഇപ്പോഴും അതിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഇപ്പോഴും അതിന്റെ ഉദ്യോഗസ്ഥർ അതിൽ ഇന്റേണൽ അന്വേഷണം മാത്രം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ നിരുത്തരവാദപരമാണ്. എന്തായാലും നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ്. അത് അടിയന്തരം ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, എനിക്ക് ഓർമ്മയായി അഖിൽ, ഇത് അന്ന് ബാറിന് മുന്നിൽ വെച്ച് ആളുമാറി അടിച്ച അടിയാണ്. ഇപ്പോഴും ആശുപത്രിയിൽ കയറി ഇറങ്ങുകയാണ്. പോലീസുകാർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആളുമാറി മുമ്പിൽ കണ്ട ആൾക്കാരെ ചന്നം പിന്നോങ്ങ് അടിച്ചു. യഥാർത്ഥത്തിൽ ആൾക്കാരെ അടിക്കേണ്ടിയിരുന്ന ആൾക്കാർ വേറെയാണ്. അവർ ബാറിനുള്ളിലുണ്ടായിരുന്നു. ബാറിനകത്ത് പുറത്ത് ഒരു ചടങ്ങ് കഴിഞ്ഞെത്തിയവരാണ് ഈ കുടുംബാംഗങ്ങൾ. അവരവിടെ വാഹനം നിർത്തി പുറത്ത് ആൾക്കാരെ ഇറക്കി വിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ വന്ന് സ്വീകരിക്കുന്നവരെ കാത്തിരുന്ന സമയത്താണ് ചന്നം പിന്നോങ്ങ് അടിച്ചു രാത്രി. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വിട്ടിരുന്നതുമാണ്. ആ പോലീസുകാർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.